എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അല്പം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. സർക്കാരിൻ്റെ സഹായത്തോടെ കടൽ മത്സ്യങ്ങളെ വീട്ടിൽ വളർത്തി വിൽക്കാം. അതിനുള്ള യൂണിറ്റും അതിനുള്ള മറ്റു സംവിധാനങ്ങളുമൊക്കെ സർക്കാർ സഹായത്തോടെ ലഭിക്കും. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ തയ്യാറാക്കുവാനുമായി CMFRIയിൽ ചെന്നിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ നമ്പർ എനിക്ക് ലഭിക്കുന്നത്. ഞാൻ അങ്ങനെ അവിടെ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങാനൂരിലാണ്. വെങ്ങാനൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ബിനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മറ്റു ഓർണമെൻ്റൽ ഫിഷസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വിശേഷങ്ങളും ഈ വീഡിയോ കാണുന്ന നിരവധി പേർക്ക് ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് അറിയുവാനും നല്ല പ്രയോജനം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ശ്രീ ബിനുവിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ നമ്മുടെ CMFRIയുടെ ഒരു ബോർഡ്, ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് നമുക്കിവിടെ കാണാം. ഇത് വെങ്ങാനൂർ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഒരു ചെറിയൊരു കനാലുണ്ട്. അവിടെയാണ് ഒരു ചെറിയ നടപ്പാതയും കൂടിയുണ്ട്. അതിലൂടെ കയറി നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പുള്ളിക്കാരൻ അവിടെ നിൽപ്പുണ്ട്. സ്വീഡൻ അക്വേറിയം ആൻഡ് പെറ്റ്സ് കോർണർ, ഇതാണ് ഈ സ്ഥലം. നമസ്കാരം. പിന്നെ അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് നൽകാമോ? ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം തുടങ്ങിയത്? നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് വന്നിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് നമ്മളൊരു യൂണിറ്റ്, ഒരു 7 പേരടങ്ങുന്ന ഒരു സംഘം രൂപീകരിക്കണം. അത് രൂപീകരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് നമ്മളിത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈ CMFRIയിൽ കൊടുക്കണം. അപ്പോൾ അതായത് ഒരു വ്യക്തിക്കല്ല, ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരിതിൻ്റെ എല്ലാ സംവിധാനം ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സംവിധാനങ്ങൾ, അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ ഇത് ടാങ്കാണോ? ഇതിൻ്റെ ഇത് ഫിൽറ്ററിനുള്ള ടാങ്കാണ്. ഫിൽറ്ററിംഗ് ടാങ്കാണ്. ഓക്കെ. ഇത് വെള്ളം ഇങ്ങനെ അത് വലിയ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് വന്ന് ഇത് പിന്നെ ഇത് ഫിൽറ്റർ ചെയ്ത് ഇത് നേരെ അകത്ത് പോയിട്ട് ഒരു UG ഫിൽറ്റർ അതിൽ കയറിയിട്ട് അത് മറ്റേ അൾട്രാവയലറ്റ് കടത്തില്ല. അത് ഇതിൻ്റെ ഈ വെള്ളത്തിലെ അണുക്കളെല്ലാം അമോണിയൊക്കെ നശിപ്പിക്കും. അപ്പോൾ ഒരു സംശയം, നമ്മളിതിപ്പോൾ കടൽ മത്സ്യമാണല്ലോ, അപ്പോൾ ഇത് കടൽ വെള്ളം തന്നെ ഇതിൽ നിറയ്ക്കണമെന്നോ? ഉപ്പുള്ളതാണ്. അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഉപ്പ് ഇപ്പം നമ്മളിപ്പം വണ്ടിയിൽ കൊണ്ടുവരികയാണ്. ടാങ്കിൽ ഒരു ടാങ്കിനനുസരിച്ച് കൊണ്ടുവന്നിട്ട് ഇതിൽ അടി ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം അതിൽ ചേർക്കുന്നുണ്ടോ? ഇല്ല, സാധാരണ വെള്ളം നമ്മൾ ഈ വെള്ളം നമ്മൾ ഉപ്പിൻ്റെ ഇത് കൂടുതലാകുമ്പോഴത്തേക്കും നമ്മൾ ഇത് കുറച്ച് വെള്ളം ഫ്രഷ് വാട്ടർ ആഡ് ചെയ്യും. ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഒരു ഫിൽറ്ററിംഗ് സംവിധാനമാണ്. പ്രോട്ടീൻ സ്കിമ്മറാണ്. ഇതിൻ്റെ പേരെന്താണ്? പ്രോട്ടീൻ സ്കിമ്മർ. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഈ അഴുക്കെല്ലാം എടുത്ത് അതേപോലെ ഇത് പുറത്ത് വെള്ളം. അതാണ് ഈ സംവിധാനം. ഓക്കെ. അപ്പോൾ ഇത് പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. വെള്ളത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും ഇത് ഫിൽട്ടർ ചെയ്ത്. അപ്പോൾ ഇത് വേറൊരു ചോദ്യം, ഇത് 24 മണിക്കൂറും കറണ്ട് അത്യാവശ്യമാണല്ലോ? കറണ്ട് വേണം. അപ്പോൾ അതിന് ഇൻവെർട്ടറും സംവിധാനം കിട്ടും. യൂണിറ്റിന് വരുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ആ മെയിൻ ടാങ്കിലേക്ക് പോകാം. ഓക്കെ. ഇത് നിറയെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. എന്ത് മീനാണ്? വളയോട്. ഓക്കെ. ഇതിപ്പോൾ എത്ര? നമുക്ക് 5 ഗ്രാമിൽ തരും. 5 ഗ്രാം ആകുമ്പോൾ ഈ മീൻ തരും. ഓക്കെ. നമ്മൾ ഒരു 50 ഗ്രാമോളം വളർത്തി ഇത് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ തീറ്റ, ഭക്ഷണം? ഇതിൻ്റെ തീറ്റ വന്നിട്ട് ഗ്രോവില് നമ്മുടെ സാധാ കൊടുക്കുന്ന ഭക്ഷണം തന്നെ. അപ്പോൾ ഇപ്പോൾ ഇതിന് ഈ കാണുന്ന ഇതിനൊക്കെ ഇപ്പോൾ എത്ര ഗ്രാം ഉണ്ട്? ഇത് വന്നിട്ട് ഇപ്പം ഒരു 50 ഗ്രാമിനകത്ത് വരും അല്ലേ? ഇത് വരെയുള്ളൂ. ഇത് ഇവിടെ നിന്ന് വളർന്ന് ഏകദേശം 50 ഗ്രാമോളം ഒരു 50-60 ദിവസത്തോളം എത്തുമ്പോഴത്തേക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് എത്ര രൂപയ്ക്കാണ് തരുന്നത്? ഇതിന് ഒരു പീസ് 2 രൂപയ്ക്ക്. ഒരു പീസ് 2 രൂപയ്ക്ക് തരും. അപ്പോൾ ഇതിനെ വളർത്തിയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പീസിന് 10 രൂപ വെച്ച് നമുക്ക് കിട്ടും. 10 രൂപ വെച്ച്. അതാരാണ് ഈ വാങ്ങുന്നത് യഥാർത്ഥത്തിൽ? ഈ കടൽ മത്സ്യം വളർത്തുന്നവർ തന്നെയാണ് വാങ്ങുന്നത്. ഓക്കെ.
അപ്പോൾ ഈ മത്സ്യങ്ങളെ പിന്നെ ഒരു പീസിന് 2 രൂപ നിരക്കിൽ ലഭിക്കും അല്ലേ? ലഭിക്കും. അതിനെ വളർത്തി നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 10 രൂപ വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അത് ഈ വലിയ സ്കെയിലിൽ മീൻ വളർത്തുന്ന ആൾക്കാരാണ് ഇത് എടുക്കുന്നത്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കൂടുതൽ? കടലിൽ കേജ് ചെയ്യുന്നവരുന്ന അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ മറ്റു നിർദ്ദേശങ്ങൾ ഇത് ചെക്ക് ചെയ്യാനൊക്കെ ഇതിന്റെ ആൾക്കാർ വരുന്നുണ്ട്. മിക്കവാറും ദിവസം ആഴ്ചയിലൊരിക്കൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വെള്ളം എല്ലാ ദിവസവും കൊണ്ടുപോയി ഇതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് അനുസരിച്ച് അവർ അതിന്റെ പോരായ്മകൾ പറയും. അപ്പോൾ അത് നമ്മളത് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ വെള്ളം ആഡ് ചെയ്യണം. പിന്നെ ഇതിൽ മറ്റുള്ളതൊക്കെ ക്രമീകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുമായിട്ടുള്ള നിരന്തരം അവരുമായിട്ട് അവരെ കൂടുതലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചിലവായിട്ട് വരുന്നില്ല. അതായത് ഈ സ്വയം സഹായ സംഘത്തിനാണ് ഇത് കൊടുക്കുന്നത്. ഇത് 2 ഇതായിട്ടാണല്ലോ. ഇതിനുള്ളിൽ പിടിക്കാറായി. ഇത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അടുത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കരിമീൻ വരുന്നുണ്ട്. അതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ദൃശ്യമാകുമെന്ന് അറിയത്തില്ല. എന്നിരുന്നാലും ഈ കാണുന്ന ഈ ഒരു റിങ്ങിനുള്ളിൽ കരിമീനാണ് വളർത്തുന്നത്. ഇപ്പോൾ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഈ പരിപാടി? 2 മാസമായി. 2 മാസത്തെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ എന്ത് തോന്നുന്നു? ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലേ? കൂടുതൽ ചെയ്യാമെന്നുള്ള ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു സഹായത്തോടെ ചെയ്ത്, ഇത് മാത്രമല്ലാതെ താങ്കളുടെ തന്നെ പെറ്റ് കോർണർ കൂടി ഇവിടെ ഉണ്ടല്ലോ. ബ്രീഡിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഓക്കെ. ഇത് മുഴുവൻ ഏഞ്ചലാണല്ലോ. ഏഞ്ചലാണ്. ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബ്രീഡ് ആയതാണോ? പെയറിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇത് പെയറായി. ഓക്കെ. ഈ ശരിക്കും ഇതിന്റെ പേര് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? സമയം എടുക്കും. നോക്കിയൊക്കെ എടുക്കണം. ഇതിനൊക്കെ ഓരോ ഇത് മുട്ടയിട്ടതാണല്ലേ? മുട്ടയിടാൻ വേണ്ടി സാറിന് എങ്ങനെ ഒരു സംഭവം വെച്ചു കൊടുക്കും? ഈ പതിഞ്ഞിരിക്കുന്നതാണ് മുട്ട അല്ലേ? മുട്ട. ഓക്കെ. ഇത് എത്ര എണ്ണം കാണും ഉദ്ദേശം? അത്രയും കാണും. ഓക്കെ. ഈ പ്രത്യേക വെറൈറ്റികളാണ് ഇത്? അങ്ങനെയല്ല. എന്നാലും അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ബ്രീഡിംഗ് പർപ്പസാണ് നടക്കുന്നത്. എനിക്ക് ഇതിൽ ബ്രീഡായ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ പ്രേക്ഷകർക്ക് അതുകൂടി കാണാമല്ലോ. ഇതാണല്ലേ? നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വളരെ കുലുകുലുകുലാ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ എത്ര ദിവസമായി കാണും? ഇത് ഒരാഴ്ച പ്രായമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തീറ്റയൊക്കെ ആർട്ടീമിയ. ഓക്കെ. ഇത് ആർട്ടീമിയൊക്കെ എവിടെ നിന്നാണ് വരുത്തുന്നത്? ഇത്രയും ഗ്ലാസ് ടാങ്കുകളിലെല്ലാം പല തരത്തിലുള്ള ഏഞ്ചൽ മത്സ്യങ്ങളെ വളർത്തുകയാണ്. അതിനെല്ലാം മിക്ക ടാങ്കുകളിലും എല്ലാം മുട്ടയിടാൻ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര ദിവസം പ്രായമായി കാണും ഈ കുഞ്ഞുങ്ങൾ? ഇത് 1 മാസത്തോളം പ്രായമായ കുഞ്ഞുങ്ങളാണല്ലേ? ഓക്കെ. ഈ ടാങ്ക് നിറയെ ഏഞ്ചലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പം അല്പം ഒന്ന് വളർന്നു അല്ലേ? നേരത്തെ കണ്ടതിനേക്കാൾ 2-3 ആഴ്ച പരുവത്തിനുള്ളതാണ്. ഇതിൻ്റെ പിന്നെ വിപണനം എങ്ങനെയാണ്? ഒരു സ്വന്തമായിട്ടൊരു ചെറിയ അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിൽ ഈ പറയുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അത്യാവശ്യം ഒരു വരുമാനം അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ അക്വേറിയങ്ങളൊക്കെ പിന്നെ കൂടുതലും അങ്ങനെയുള്ള ഇപ്പോൾ സാധാരണ അക്വേറിയങ്ങളിൽ കൂടുതലും പുറത്തുനിന്നല്ല വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന്. പക്ഷേ അത് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് പറയുന്നത്, കാരണം ഇപ്പം പലരും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു വിപണനം കറക്റ്റായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ഇവരെ കണ്ടെത്തി അക്വേറിയം അവർക്ക് നമ്മളൊരു ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും എടുത്തോളൂ. ഓക്കെ. അപ്പോൾ അത് ശരിക്കും നമ്മൾ തന്നെ ഇതിന് വേണ്ടി ഇറങ്ങില്ല. പല അക്വേറിയങ്ങളിൽ സംസാരിച്ചതിന് ശേഷം നമ്മൾ നല്ല ഇത് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര പീസ് ഉണ്ടെങ്കിലും പോകും. ഓക്കെ. ഇത് ഓസ്കാറാണല്ലേ? ഓസ്കാറാണ്. അതേ ഒരു വലുത് കിടക്കുന്നു. ഇവൻ്റെ പേരെന്താ? ജയൻ ഗൗറ. ഓക്കെ. ആഹാ. ഇതിനെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യിക്കുന്നത്? ഇതിന് ബ്രീഡ് ചെയ്യാനാണ്
ഇത് ഇപ്പോൾ ഈ ഓസ്കാർ ഇവിടെ ബ്രീഡ് ചെയ്തതാണ്. ഇത് ചെറുതെടുത്തതാണ്, എടുത്തിട്ട് വലുതാക്കി പെയർ തിരിക്കാൻ വേണ്ടിയിട്ട്. ഓ അങ്ങനെ. ഈ പെയർ തിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ജോലിയാണ്. കാരണം ഇവരെല്ലാം കണ്ടുപിടിക്കുക വലിയ ടാങ്കിനകത്ത് ഇറക്കിയിട്ട് ഇതിനകത്ത് കോളം ചുടുവല് സെറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് കയറുന്ന കോളത്തിനകത്ത് കയറുന്നതിന് അങ്ങനെ അത് അല്പം സമയമെടുത്ത് അറിയാൻ പറ്റും. സമയമെടുക്കും. ഇവിടെയും എല്ലാം ബ്രീഡിംഗ് പരുവത്തിന് ഇങ്ങനെ ഏഞ്ചൽ ഒരുപാട് ഇരിപ്പുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ UV ഫിൽട്ടർ അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളധികം ബുദ്ധിമുട്ടുണ്ട്. അവർ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തോളും. അപ്പോൾ അതിൻ്റെ മറ്റ് ടെക്നിക്കലെല്ലാം അവർ നോക്കിക്കോളും. ഇതാണ് മോട്ടർ അല്ലേ? മോട്ടർ ഇത് ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ കറണ്ട് പോയ ഇൻവെർട്ടർ സംവിധാനം ജനറേറ്റർ വെച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ എപ്പോഴും ഇവിടെ അടുത്തൊരാൾ വേണം. ഇപ്പം ഇത് ഏകദേശം വിരിഞ്ഞു കഴിഞ്ഞു. അത് ഇന്നിട്ടതേ ഉള്ളൂ. ഇത് ഇന്നലെ ഇട്ടത്. ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കും. പെട്ടെന്നുള്ള ആർട്ടിമിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ ഇവിടെ? ഓക്കെ. ഇത് ആർട്ടിമിയുടെ എഗ് അല്ലേ? ഇതെവിടെ നിന്നാണ് വരുത്തുന്നതാണ്? നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ ബാക്കി ഇതിനെ ഈ പറയുന്ന പോലെ ഹാച്ച് ചെയ്തിട്ട് ഇപ്പോൾ വെള്ളത്തിലെടുക്കണം. അപ്പോൾ ഇത് ഈ ആർട്ടിമി തന്നെ കടൽ മത്സ്യങ്ങൾക്ക് കൊടുക്കാമല്ലോ? അത് പിന്നെ വലിയ മീനായതുകൊണ്ട് വലിയ ഉണ്ട് അതിന്. അപ്പോൾ അതിനുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾക്കെല്ലാം ശരി. അപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണല്ലോ അവിടെ. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ എങ്ങനെയാണ് അവിടെ നിന്നുള്ള പ്രോസസ്സ്? അവരിവിടെ വരും. സ്ഥലമൊക്കെ നോക്കിയിട്ട് സ്ഥലത്തിന് നോക്കിയിട്ട് എത്ര സ്പേസ് ഉണ്ട് ആ സ്പേസിനനുസരിച്ചുള്ള ടാങ്ക് എന്നിട്ട് അതിന് ആ തരത്തിലുള്ള ടാങ്ക് ആയിരിക്കും ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ മറ്റു കാര്യങ്ങൾ നോക്കേണ്ട. 10,000 ലിറ്റർ കൊള്ളുന്നുണ്ട്. ഇത് 5,000 ലിറ്ററാണ്. അപ്പോൾ ഉള്ള ടാങ്ക് നമ്മുടെ സ്ഥലത്തിൻ്റെ ഇത് നോക്കിയിട്ട് അത് മാത്രമല്ല എപ്പോഴും കൂടെ എല്ലാ സമയത്തും കോൺടാക്ട് അവരുടെ മേൽനോട്ടത്തിലാണ് ചെയ്തു പോകുന്നത്. അവരെല്ലാം ആഴ്ചയോറും വന്ന് എല്ലാം ചെക്ക് ചെയ്യും, വെള്ളം ചെക്ക് ചെയ്യും, മീനിൻ്റെ വളർച്ച നോക്കും, പിന്നെ അതിൻ്റെ വെയിറ്റ് നോക്കും, എല്ലാം നോക്കി. പിന്നെ അതിൻ്റെ ഫുഡ് ഒരേ ടൈം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ അതിപ്പം ചെറുതിലെ കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ കൂട്ടി നമ്മൾ ദിവസം 5 നേരം ഇതിന് ഭക്ഷണം കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായി ഈ കടൽ മത്സ്യ വളർത്തലിനെ കുറിച്ച് ഇത്രയും വിവരണങ്ങൾ നൽകിയ ശ്രീ ബിനുവിന് നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് ഏത് സമയം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറാണല്ലോ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റു കാണാക്കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.